നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് യൂസർ ഇൻപുട്ടാണ്. അതായത് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡാറ്റ എങ്ങനെ എൻ്റർ ചെയ്യാം നമ്മളെ പ്രോഗ്രാമിലോട്ട്. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് യൂസർ ഇൻപുട്ട് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ ഉദാഹരണമായി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പേരും ഏജും എൻ്റർ ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ പ്രോഗ്രാമാണ്. സോ ഞാൻ ആദ്യമായി നമുക്ക് വേണ്ടത് പേരും ഏജുമാണ്. സോ നമുക്ക് ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ വേണം. അത് ഇൻറ്റിജർ വേരിയബിളാണ്. അതുപോലെ പേര് സ്റ്റോർ ചെയ്യുന്നതിന് പേര് ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് സ്ട്രിങ് ആണ്. സോ സ്ട്രിങ് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുന്നു. സോ നമ്മുടെ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാം. ആദ്യമായി നമ്മൾ സ്ക്രീനിൽ പേര് എൻ്റർ ചെയ്യാൻ ചോദിക്കും. സോ എൻ്റർ നെയിം. സോ നമ്മൾ സ്ക്രീനിൽ എൻ്റർ നെയിം എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ എൻ്റർ ചെയ്ത നെയിം നമുക്ക് നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് CIN എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ്. സോ നമ്മൾ CIN എന്ന് കൊടുത്ത ശേഷം ഇതുപോലെ രണ്ട് ഗ്രേറ്റർ ദാൻ സൈൻ കൊടുക്കുക. ഇതിനെ നമ്മൾ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നു. നമ്മൾ ഔട്ടിൽ ഉപയോഗിച്ചിരുന്നത് ഇൻസേർഷൻ ഓപ്പറേറ്ററാണ്. സോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായി നമ്മൾ ഗ്രേറ്റർ ദാൻ സൈൻ കൊടുക്കുന്നു. രണ്ട് ഗ്രേറ്റർ ദാൻ സൈൻ കൊടുക്കുന്നു. അതിനുശേഷം ഈ നമ്മുടെ നെയിം ഏത് വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സോ നമുക്കറിയാം ഈ നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സോ ഞാനിവിടെ നെയിം എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് ഏജ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. സോ ഞാനിവിടെ Cout എൻ്റർ ഏജ് എന്ന് കൊടുക്കുന്നു. ഏജ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് ഏജ് എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ്. സോ നമ്മളിവിടെ CIN ഏജ് എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ ഇവിടെ ഇപ്പോൾ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആദ്യം നമ്മൾ നെയിം എൻ്റർ ചെയ്യാൻ ചോദിച്ചു. അത് നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഈ CIN ഒബ്ജക്റ്റ് ഉപയോഗിച്ച് അതിൽ സ്റ്റോർ ചെയ്തു. പിന്നെ ഏജ് നമ്മൾ ഏജ് എന്ന് പറയുന്ന വേരിയബിളിലും സ്റ്റോർ ചെയ്തു. സോ ഇനി നമുക്കത് പ്രിൻറ്റ് ചെയ്യാം. Cout നമുക്ക് നെയിം കൊടുത്ത ശേഷം വീണ്ടും ഒരു ഇൻസേർഷൻ ഓപ്പറേറ്റർ കൊടുത്ത ശേഷം നമുക്ക് വേരിയബിൾ നെയിം കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം എൻഡ് ലൈൻ. പിന്നെ നമുക്ക് ഏജ് പ്രിൻറ്റ് ചെയ്യാം. ഏജ് സോ നമ്മൾ ഏജ് വേരിയബിൾ നെയിം കൊടുക്കുന്നു. അതിനുശേഷം ENTL. സോ ഇവിടെ നമ്മൾ കറക്റ്റ്ലി കൊടുക്കുക. സോ ഇപ്പോൾ നമ്മൾ പേര് എൻ്റർ ചെയ്തു, ഏജ് എൻ്റർ ചെയ്തു, അത് പ്രിൻറ്റ് ചെയ്തു. സോ നമുക്കിനി പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് എൻ്റർ നെയിം എന്ന് ചോദിക്കും. സോ ഞാനിവിടെ ജോൺ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം എൻ്റർ ഏജ് ചോദിക്കും. ഞാൻ 30 എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ എൻ്റർ ചെയ്ത ആ ഡീറ്റെയിൽസ് നമുക്ക് പ്രിൻ്റായി ലഭിക്കുന്നു. നെയിം ജോൺ, ഏജ് 30. സോ സെയിം ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് രണ്ട് സംഖ്യകളുടെ തുക കണ്ടു നോക്കാം. ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ. സോ ഞാനിവിടെ ഇൻറ്റ് N1 നമ്പർ 1 അതുപോലെ N2 നമ്പർ 2 ഇതിൻ്റെ തുക കാണുന്നതിനുള്ള ഒരു വേരിയബിൾ സം. ഓക്കെ. സോ നമ്മൾ ഇവിടെ Cout മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. എൻ്റർ 2 നമ്പേഴ്സ്. സോ നമ്മൾ ആദ്യമായി എൻ്റർ ചെയ്യുന്ന നമ്പർ നമ്മൾ N1 സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മളിവിടെ CIN നമ്മൾ N1 എന്ന് കൊടുക്കുന്നു. രണ്ടാമത് എൻ്റർ ചെയ്യുന്നത് നമ്മൾ N2 സ്റ്റോർ ചെയ്യുന്നു. സോ CIN N2 എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ ഈ രണ്ട് സംഖ്യകളുടെ തുക കാണുന്നു. സോ നമ്മൾ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് N1 + N2 എന്നൊരു ഓപ്പറേഷൻ കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ തുക കണ്ട ഈ സം എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. സോ നമ്മൾ Cout സം ഈസ് നമ്മുടെ വേരിയബിൾ നെയിം കൊടുക്കുക, സം, എൻഡ് ലൈൻ. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ സിമ്പിൾ കാൽക്കുലേറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. സോ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മളോട് 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ ചോദിക്കും. സോ ഞാൻ അവിടെ ആദ്യം 10 എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം 20 എൻ്റർ ചെയ്യുന്നു. രണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സം ഈസ് 30 എന്ന് പറയുന്ന റിസൾട്ട് വരുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് യൂസർ ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് CIN എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ വേരിയബിളാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററാണ്. സോ Coutലാണെങ്കിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നതിനാണെങ്കിൽ Cout എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നു. അതുപോലെ ഓപ്പറേറ്റർ ഇൻസേർഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. സോ ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു.